അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ വന്നിട്ട് ഈ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ ബോധം നഷ്ടപ്പെട്ട് വീണു പോവുകയാണ്. നിർത്തു ജിബ്രീലേ, എനിക്കിനി കേൾക്കാൻ ശക്തിയില്ല ജിബ്രീൽ. ഇനി എന്നോട് ഇത് പറയേ വേണ്ട. അതാണ് നരകം. അത് വേറെ വിഷയം. വേറെ ഞങ്ങൾ അപ്പോഴേ വീണുപോയി എന്ന സംഭവം. ബഹുമാനമുള്ള സഹോദരൻ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദിവസം തോറും സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബ് കഴിഞ്ഞിട്ടും 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ തേടുമ്പോൾ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയും, അജ്റുഹു, അവനെ രക്ഷപ്പെടുത്തിയാൽ, ഒഴിവാക്കിയാരെ. മരിക്കുന്നത് വരെ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയാനൊരു ഭാഗ്യം കിട്ടിയാൽ ഏതെങ്കിലും ഒരു വഖത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല, ഉറപ്പാണ്. ഏതെങ്കിലും ഒരു വഖത്തിൽ സ്വീകരിച്ചാൽ മതി. അതിനല്ലേ നിസ്കാരത്തിലും പറയുന്നത്. നിസ്കാരത്തിൽ നരകത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് അറിയാത്ത കൊണ്ടാണ്. ആളുകൾക്ക് അറിയില്ല. നിസ്കരിക്കാനില്ലാത്ത നിസ്കാരമില്ലാത്തവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യം നമസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതിൽ രണ്ടാമത് ചോദിക്കുന്നത് നരകത്തിൽ നിന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ. ആ നരകത്തിൽ നിന്നുമുള്ള കാവൽ നമ്മൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ മലക്കുകൾ പറയും, അള്ളാഹുവേ, നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, അതുകൊണ്ട് അല്ലാഹുമ്മ അജിർഹു, നീ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. പടച്ചവൻ പറയും, ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദുആ മതി. അത് എപ്പോഴാ എവിടുത്തെ ഏതാ സ്വീകരിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിസ്കാരം മുടക്കല്ല കേട്ടോ. സുബഹി നിസ്കരിക്കണം, മഗ്രിബ് കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയണം 7 പ്രാവശ്യം വീതം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെയും വഞ്ചിക്കരുത്, ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കരുത്. ആരെങ്കിലും അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണേ. അതാണ് അവരുടെ തൗബ. മോഷ്ടാവിന്റെ തൗബ എന്തായാലും കുറെ നാളൊക്കെ മോഷ്ടിച്ച് ഇനി ആ അറബിയൊക്കെ മരിച്ചുപോയി, ഇനി ഏതാന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് 2 സൂപ്പർ മാർക്കറ്റൊക്കെ വേറെ തുടങ്ങി വലിയ വീടൊക്കെ വെച്ച് അയാളെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ എന്നൊക്കെ പറയുന്നത്. വിളിക്കുന്നതെല്ലാം മുഗലക്കാന്നാ പറയുന്നത്. ഫോൺ മുഗലക്കാന്ന് പൂട്ടിയിരിക്കുക, ഏതാണെന്നൊന്നും അറിയുന്നില്ല. അവിടെ വിളിച്ചു ചോദിക്കാനും പറ്റില്ല. വിളിച്ചു ചോദിച്ചിട്ട് അറബിയെ കുറിച്ച് ആർക്കും അറിവില്ല. അള്ളാഹു എന്ത് സംഭവിച്ചു പോയി, അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പോൾ ഒരു പരിഹാരം. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമുക്ക് തൗബ ചെയ്താൽ ഇതിന് പരിഹാരമാകുമെന്ന് തൈക്കാവല മുസ്ലിയാർ പറഞ്ഞു കൊടുക്കും. പാവം കഷ്ടം. തൈക്കാവല മുസ്ലിയാരടുത്ത് ചോദിക്കത്തുള്ളൂ. കാരണം എന്താ, ജുമാൽ ഖത്തീബിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നടക്കൂലടാ, പൈസ മൊത്തം തിരിച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തൈക്കാവല മുസ്ലിയാർക്ക് ഒരു 1000 റുപ്യ കൊടുക്കുമ്പോൾ അയാൾ പറയും തൗബ ചെയ്താൽ മതി, എല്ലാം ശരിയാവുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾ പോയിട്ട് രാത്രി 2 കുത്തി ഇരുന്നിട്ട് അള്ളാഹ് അടച്ചാൽ റബ്ബേ $50,000 അടിച്ചു മാറ്റി, $2 ലക്ഷം അടിച്ചു മാറ്റി, റഹ്മാനെ നീ മാപ്പാക്കണേ. അതിന് മേലിൽ ഞാൻ അടിച്ചു മാറ്റത്തില്ല അള്ളാഹ്, ഞാൻ അറിയാതെ അന്ന് സംഭവിച്ചു പോയതാണ്. റഹ്മാനെ നീ മാപ്പാക്കണേ. പൊട്ടിക്കരഞ്ഞ് റാഹത്താട് ദുആ ചെയ്ത് പിറ്റേ ദിവസം സന്തോഷത്തോടുകൂടി ഉസ്താദ് ഞാൻ എല്ലാം തൗബ ചെയ്ത് ഉസ്താദ് സ്വീകരിച്ച് കാണുമല്ലോ. പിന്നെ അള്ളാഹു സ്വീകരിക്കാതെ 100 പേരെ കൊല ചെയ്ത ആൾക്കാരുടെ ശിക്ഷ അള്ളാഹ് എടുത്തു കളഞ്ഞാളെ. പിന്നെ എന്താ എങ്ങനെ തൗബൊക്കെ സ്വീകരിക്കാത്ത? ഉസ്താദ് സന്തോഷം, ഒരു 500 രൂപ കൂടി ഇരിക്കട്ടെ എന്ന്. മാഷാ അല്ലാഹ്. പുനത്തിലെ കുഞ്ഞബ്ദുള്ള അടുത്ത് പോയി പറഞ്ഞാൽ മതി ഈ തൗബ. അവിടെ പോയി പറഞ്ഞാൽ മതി. ഇതൊന്നും അള്ളാന്റെ മുന്നിൽ ഈ തൗബ ഇല്ല. لا تستقبل السارق توبته إلا أن يرد مالها فإن كان مفلسا تخلل من صاحبه أو كما قال رسول الله. മോഷ്ടാവിന്റെ തൗബ എന്ന് പറഞ്ഞാൽ അവൻ മോഷ്ടിച്ച സാധനം ഇല്ലാ അയ്യറുദ്ദ ഇലൈഹി, അവനിലേക്ക് അത് മടക്കി കൊടുക്കണേ. ആ മടക്കി കൊടുക്കലാണ് മോഷ്ടാവിന്റെ തൗബ. വൈൻ കാന മുഫ്ലിസ, അന്ന് ഞാനത് മോഷ്ടിച്ച
മോഷ്ടിച്ചിരുന്നു, അത് ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി ചെലവ് ചെയ്തു, എന്നത് മടക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ആരിൽ നിന്നാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ പോകൂ സഹോദരാ, അവനോട് പോയി നീ തുറന്നു പറയൂ, അവനിൽ നിന്ന് നീ മാപ്പ് വാങ്ങുക. അതാണ് നിന്റെ തൗബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തേങ്ങ എടുത്തിട്ടുള്ള ആമിന താത്ത അബൂബക്കർ ഹാജിയാരെ വിളിച്ചു പറ, ഹാജിയാരെ നമ്മളിങ്ങനെ പോച്ച പറിക്കാൻ പോയപ്പോൾ പുല്ല് പറിക്കാൻ പോയപ്പോൾ 5-6 ഉണക്കത്തേങ്ങ കിടന്ന് ഞങ്ങളത് എടുത്ത് കറിയൊക്കെ വെച്ച് നമ്മൾ അറിഞ്ഞില്ല സംഭവം, മാപ്പാക്കിയാരെ. പിന്നെ അവിടുത്തെ ഓലമടലൊക്കെ എടുത്താൽ ഞങ്ങൾ രാവിലെ ചായ എന്താ ഗ്യാസിന് ഭയങ്കര വില കൂടുതൽ. ഹാജിയാരെ അതൊന്നും കുഴപ്പമില്ല ആമിന, അതൊക്കെ നീ എടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. യാ അല്ലാഹ് അൽഹംദുലില്ലാ. അബൂബക്കർ ഹാജിയാർ മരിച്ചുപോയി. മക്കളെടുത്ത് ചോദിച്ചു, ഞങ്ങളെ കുറെ തേങ്ങ. ചുമ്മാ അല്ല, തേങ്ങ മൊത്തം നീ അടിയെടുത്ത് മുഴുവൻ തേങ്ങ. പാവ 5-6 ഉണക്ക തേങ്ങ എടുത്തുള്ളൂ. ആരാണ്ടൊക്കെ കയറി കള്ളന്മാർ കയറി ഉള്ള കരിക്ക് മൊത്തം വെട്ടിക്കൊണ്ടുപോയി. അവൻ പറയുന്നത് എന്താ, നീ ആ മൊത്തം. വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടിരുത്തില്ല, വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടില്ല. 8 വർഷം ഞങ്ങളുടെ അത്തായെ വഞ്ചിച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്ന മര്യാദയ്ക്ക് ഒരു തേങ്ങാക്കി 17 രൂപയാ, 7 രൂപ കുറച്ച് തന്നിരിക്കുന്നു. 10 രൂപ വെച്ച് കണക്കെടുത്ത് ഇവിടെ വെയ്യാ. അല്ല കുടുങ്ങിയ നമ്മൾ കുടുങ്ങിയില്ലേ? ശരി. അപ്പൊ ഇത് പേടിച്ചിട്ട് എന്താ ഇവള് ചോദിക്കാൻ പോവില്ല, ആ തെങ്ങിലോട്ട് നോക്കിയിട്ട് തൗബ ചെയ്യാ. അല്ലാഹു ഞാൻ അറിയാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയതാ തേങ്ങ, ഇനി എൻ്റെ മുറ്റത്ത് നീ വന്ന് വീടല്ലേ, എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് അറിയാതെ സംഭവിച്ച നീ മാപ്പാക്കിയറേ. കാര്യമില്ല, പോയി അവിടെ പോയിട്ട് പറയണം, നീ പാവയാണ്, ഒന്നുമില്ലേ മോനെ, അത് ഹക്കാണ്, ശരിയില്ലാന്ന് അള്ളാഹ്ക്കും അറിയാം, നിനക്കും അറിയാം. അത് സമ്മതിക്കുന്നില്ല. ഞാൻ എടുത്തു, ഞാൻ നിന്റെ പണം ഞാൻ എടുത്തു, സംഭവം ശരിയാണ്, അന്നത്തെ എൻ്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ എടുത്തു. പക്ഷെ എനിക്കിപ്പോൾ ഒരു കിടക്കാടം പോലും ഇല്ല, എനിക്ക് മടക്കി തരണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ഭാഗത്തില്ല. നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, നിന്റെ ഹക്ക് തീർന്നു. അവൻ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അവനുമായി അള്ളാഹി. നീ സമ്മതിച്ചല്ലോ, ആ എടുത്തു എന്ന് നീ സമ്മതിച്ചല്ലോ. അങ്ങനെ സമ്മതിച്ചുവെങ്കിൽ നീ പോയിട്ട് ചോദിക്കുക, പൊരുത്തം ചോദിക്കുക. ആ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സമ്മതിച്ചു കഴിഞ്ഞാൽ യാ അല്ലാഹ് രക്ഷപ്പെട്ടു. അത് ചോദിക്കണം, അതാണ് അവരുടെ തൗബ. പലിശക്കാരൻ്റെ തൗബ എന്താ? പലിശ മൊത്തം തിരിച്ചു കൊടുക്കണം, വാങ്ങിയ പലിശ മൊത്തം. ഇയാളിപ്പം 10 വർഷം പലിശ വാങ്ങിച്ചിട്ട് 11ാമത്തെ വർഷം പോയി സൂപ്പർ ഹജ്ജ് ചെയ്യാൻ പോയതാണ്. സൂപ്പർ ഹജ്ജ്, അതെ, കഅബയുടെ അടുത്ത് പോയി താമസിച്ച് വലിയ ഹജ്ജ്, അവിടെ പോയി ഒരുപാട് സദഖകളൊക്കെ ചെയ്ത് എല്ലാം പൊരുത്തപ്പെട്ട് കഅബയെല്ലാം കെട്ടിപ്പിടിച്ച് ഭയങ്കരമായ ദുആയോട് എവിടെ നോക്കിയാലും കരച്ചിലും കണ്ണുനീരും ഒക്കെ കൊണ്ടുപോയി ഉസ്താദന്മാർക്കെല്ലാം ഹൗദ് അത്ര എല്ലാം മേടിച്ചു കൊടുത്ത്, എല്ലാം നല്ല റാഹത്ത് ഇഹ്റാമിൻ്റെ തുണിയൊക്കെ മേടിച്ചു കൊടുത്ത് ദുആയോട് ദുആ. ഉസ്താദും അമീറും വിചാരിക്കും, മാഷാ അല്ലാഹ്, അല്ല ഹസനാരെ നീ വല്ലാത്ത ദുആയാന്നല്ലോ. ഇല്ല ഉസ്താദെ, 8-10 വർഷമായിട്ട് പലിശ മേടിച്ച് തിന്നല്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങിക്കാൻ. അപ്പോൾ ഉസ്താദം പറയും, കുഴപ്പമില്ല, ഒരു ഹജ്ജും കൂടെ നീ ചെയ്താൽ മതി. ഇയാൾ അമീർ, ഇയാൾക്ക് 50,000 രൂപ കിട്ടും കമ്മീഷൻ. അടുത്തൊരു വർഷം കൂടെ ഹജ്ജ് ചെയ്താൽ അന്ന് റാഹത്താവൂല. അങ്ങനെ പണി ഇവിടെ നടക്കൂല. ഹജ്ജിൻ്റെ പൈസ കൊടുത്തിട്ട് ഈ പലിശയുടെ പൈസ മേടിച്ചിട്ട് തൗബ ചെയ്തിട്ട് അള്ളാൻ്റെ അടുക്ക പോയിട്ട് അള്ളാൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല. അമീറന്മാരുടെ അടുത്ത് ഉസ്താദന്മാരുടെ മുന്നിൽ രക്ഷപ്പെടാം, പണം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതാണ് പലിശക്കാരൻ്റെ തൗബ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഈ എന്താ പേര്, അയൽക്കൂട്ടത്തിൻ്റെ പേരിലൊക്കെ ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പലിശയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. സുഖമില്ലാത്തവരാണ്, നടക്കാൻ വയ്യാത്തവരാണ്, ഇരിക്കാൻ വയ്യാത്തവരാണ്, അവർക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടിയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എൻ്റെ പൊന്നു പെങ്ങളെ, ആ പണി നിങ്ങളിന്ന് ചെയ്യല്ലേ. നടക്കാൻ വയ്യാത്തവർ, ഇരിക്കാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് ജോലി ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ദിവസം 300 രൂപ കിട്ടുന്നെങ്കിൽ ഒരു 30 രൂപ വെച്ച് മാറ്റി പോയി ഓരോരുത്തർ, എന്നിട്ട് അവർക്ക് ദിവസം തോറും കൊണ്ട് കൊടുക്കും. അല്ലാതെ ആ പാവം പിടിച്ച പെണ്ണുങ്ങൾ ലോട്ടറി കച്ചവടം ചെയ്യിക്കാനും അവരിൽ നിന്ന് 10,000 രൂപ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് പലിശയുടെ പൈസ എടുത്ത് അവരെ തീറ്റിക്കാൻ നിൽക്കരുത്. മാരകമായ രോഗമായിരിക്കും പിന്നീട് അവർക്കുണ്ടാവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് നമ്മൾ കഴിക്കാൻ പാടില്ല, അത് ഹറാമല്ലേ. ഒരു ഹദീസ് കേൾക്കണോ? അനസ് റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, തർകു ലുഖ്മത്തിൽ ഹറാമി അഹബ്ബു ഇലൈക അം അൽഫ റകഅതൻ തതവ്വുആ. ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കലാണോ, അതല്ല 200 റകഅത്ത് ഔ മിഅത്താ റകഅതൻ തതവ്വുആ, 200 റകഅത്ത് നമസ്കരിക്കലാണോ അങ്ങേക്ക് ശ്രേഷ്ഠമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളോട് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. തർക്കു ലുഖ്മത്തിൻ മിനൽ ഹറാം, ഹറാമിന്റെ ഒരുപിടി ഭക്ഷണം ഒഴിവാക്കലാണോ നല്ലത്, 200 റകഅത്ത് അന്ന് സുന്നത്ത് നിസ്കരിക്കലാണോ നല്ലത്?
قال رسول الله صلى الله عليه وسلم ترك لقمة من الحرام أحب إلي 10,000 ركعة تطوعا أو كما قال رسول الله 200 റക്അത്താണ് അനസ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, അനസേ, ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കൽ 10,000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. 10,000 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 10,000 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചുള്ളിയും വിറവും ഒക്കെ ഒടിച്ചിട്ട് ചായയും കാപ്പിയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തിട്ട് മക്കളെ മദ്രസ വിടാൻ പറ്റുമോ? അവിടുന്ന് ഇവിടുന്നൊക്കെ വിറവ് മോഷ്ടിച്ചുകൊണ്ട് വന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഹറാമിന്റെ പൈസ കൊണ്ടുവന്ന് ചാപ്പടിച്ചിട്ട് പള്ളിയിലെ മുത്താലിമ്യങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും, പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല, പാടില്ല. അത് ആ 10,000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം എന്ന് പറയുന്നത് തർക്കു ലുഖ്മത്തിൻ മിനൽ ഹറാം, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണ്. ഒരു പിടി ഭക്ഷണം ഹറാമിന്റെ ഒഴിവാക്കലാണ്, അതാണ് എനിക്കിഷ്ടം. നബീന ശഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, അതല്ലേ നമുക്ക് ഇഷ്ടം. لا أن يجعل أحدكم في فيه ترابا خير من أن يجعل أحدكم في فيه حراما. നിന്റെ വായിൽ മണ്ണ് വാരിയിട്ട് നിറയ്ക്കലാണ് ശ്രേഷ്ഠം ഹറാമായ ഭക്ഷണം കൊണ്ട് നിന്റെ വയറ് നിറയ്ക്കുന്നതിനേക്കാളെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട പലിശയുടെയും പൈസ വേണ്ട, ലോട്ടറിയുടെയും പൈസ വേണ്ട, കള്ളുവിറ്റ പൈസ വേണ്ട, കൈക്കൂലി വാങ്ങിയ പൈസ വേണ്ട. കൈക്കൂലി വാങ്ങണ്ട. കൈക്കൂലി ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയൊക്കെ കൈക്കൂലി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോ, ലഅനല്ലാഹുർ റാശി വൽ മുർതശി വറായിശി ബൈനഹുമാ അർരിശ്വതു ഫിൽ ഹുക്മി കുഫ്റുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൈക്കൂലിയെ ശപിച്ചിരിക്കുകയാണ്. കൊടുക്കുന്നവനെ ശപിച്ചു, വാങ്ങുന്നവനെ ശപിച്ചു, അത് കൊടുപ്പിക്കുന്ന ബ്രോക്കറെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അർരിശ്വതു ഫിൽ ഹുക്മി കുഫ്റുൻ, നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിനു വേണ്ടി ന്യായാധിപന്മാരെ കണ്ട് നിങ്ങൾ കൈക്കൂലി കൊടുത്താൽ അത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇസ്ലാമിൽ പുറത്തു പോകുന്ന പറഞ്ഞേ, ശിർക്കൊന്നുമല്ല അല്ലാഹു പറഞ്ഞത്, കുഫ്റുൻ, അത് കാഫിറാവുന്ന കാര്യമാണ്. കാര്യം നടക്കാൻ വേണ്ടി ന്യായാധിപന്മാരെ കണ്ട് നമുക്ക് അനുകൂലമായ വിധിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൈക്കൂലി കൊടുക്കുക. അത് കുഫ്റാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വലാ യസ്രിഖ്ന, ഒരു നിലയ്ക്ക് നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. മോഷണം അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വാക്കയല്ല. വമാ കാന ലിനബിയ്യിൻ അൻ യഗ്ൽ വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ഒരു പ്രവാചകന്മാരും ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഒരാളുടെ ഈ സാധനം എടുത്തു മാറ്റിയിട്ടില്ല, അവരുടെ അനുവാദമില്ലാതെ സ്വന്തം സ്വത്തിലേക്ക് ആവാഹിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ഹാജരാക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ അവിടെ കൊണ്ടുവരണം, ആഖിറത്തിൽ കൊണ്ടുവരണം. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ സഹാബാക്കളുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഒരു ഹദീസ് പറഞ്ഞു. അല്ലമ ഗുലൂലഹു എന്നാണ് നബി സഹാബാക്കൾ പറഞ്ഞത്. ഈ അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന സാധനം, ഈ മോഷ്ടിച്ചുകൊണ്ടുവരുന്ന സാധനം, അതിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലമ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഉൽഫിയന്ന അഹദകും യൗമൽ ഖിയാമ യജീഉ അലാ റഖബതിഹി സുഗാ അലാ റഖബതിഹി ബഈറുൻ ലഹു സുഗാ
യഖൂലു യാ റസൂലല്ലാഹ് അഗ്സിനി അഗ്സിനി യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തോട് ഉദ്ധരിക്കുകയാണ്, പ്രഭാഷണം നടത്തുകയാ. നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ബഈറുൻ ലഹു സുഗാ. ഒട്ടകത്തോളം സമാനമായ വലിപ്പമുള്ള മറ്റുള്ളവന്റെ വസ്തുക്കൾ ദുനിയാവിൽ വെച്ച് മോഷ്ടിച്ചെടുത്ത വ്യക്തിയായിരിക്കാം അവൻ. അതവന്റെ പിടലിയുടെ മുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് എന്നെ അന്വേഷിച്ച് മഹ്ശറയിൽ നടക്കുകയാണ്. എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ്? അങ്ങനെ എന്റെ അരികിലേക്ക് അവൻ കടന്നു വന്നിട്ട് എന്നോട് പറയുകയാ, അഗ്സിനി യാ റസൂലല്ലാഹ്, അഗ്സിനി യാ റസൂലല്ലാഹ്. എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ. എന്റെ തോളിലുള്ള ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കുമോ നബിയേ? ദുനിയാവിൽ വെച്ച് ഈ ഒട്ടക സമാനമായ ഭീമമായ തുക അന്യവന്റെ ഞാൻ അടിച്ചു മാറ്റിയവനാണ് ഹബീബേ. എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ചെയ്തു പോയതാണ് റസൂലുള്ളാഹ്. എനിക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നേ ഇല്ല. നരകത്തിലേക്ക് എന്നെ മലക്കുകൾ ക്ഷണിക്കുകയാണ്. എന്നെ ഒന്ന് ശുപാർശ ചെയ്യുമോ? അങ്ങനെ നാളെ എന്റെ മുന്നിലേക്ക് കെഞ്ചി കെഞ്ചി യാചിച്ചു വരുന്ന വൃത്തികെട്ട വഞ്ചകന്മാരെ, ചതിയന്മാരെ ഞാൻ നാളെ കണ്ടുമുട്ടാതിരിക്കട്ടെ, കണ്ടുമുട്ടാതിരിക്കട്ടെ. നിങ്ങൾപ്പെട്ട ഒരാളെയും ഞാൻ ആ കോലത്തിൽ നാളെ ആഖിറത്തിൽ കാണാതിരിക്കട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക്. ഒട്ടകം ആദ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടകം ഏറ്റവും കൂടിയ സാധനം, വില കൂടിയ സാധനമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല വീപ്പ അതുപോലത്തെ സാധനം, ഭയങ്കര വില കൂടിയ സാധനം എടുത്ത് തലയിൽ വെക്കുക. യാ അല്ലാഹ് വരുക നബി, തങ്ങൾ നബി അന്വേഷിച്ചടക്കാൻ യാ റസൂലല്ലാഹ് അഗ്സിനി 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 അഗ്സിനി. സമയം എഴുന്നേറ്റ് പോകാൻ. അൻവറെ ബക്കറ്റ് എടുപ്പുണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? ഉണ്ടോ? ആൾക്കാരൊക്കെ പന്നി 11 മണിക്ക് നിർത്തുന്നു പറഞ്ഞിട്ട് 11:30 നിർത്തുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് മെല്ലെ ആളുകൾ കാസർഗോട്ടുകാരുടെ കൊണ്ട് പറഞ്ഞാൽ കീയാണ്, ആള് കീയാണ്. ബക്കറ്റ് വീടുണ്ടോ? പെട്ടെന്ന് പെട്ടെന്ന് സുറോ ജലത്തിൽ. നാളെയൊക്കെ വർക്കിംഗ് ഡേയും സ്കൂളും പരീക്ഷയും ഒക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും ഒക്കെ. കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള കാര്യമില്ല. ഇനി 4 കാര്യമുണ്ട്, അത് നമുക്ക് അടുത്ത എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാം. പിന്നെ എല്ലാം കൂടെ ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രസംഗിച്ച് തന്നെയാണ് നമ്മളെല്ല എല്ലാം കൂടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിക്കണ്ട. നമ്മളെ പ്രസംഗിച്ച് അങ്ങനെ പ്രസംഗിച്ച് തീർന്നു കഴിഞ്ഞാൽ എവിടെ ഏത് കാലത്ത് തീരണം? ഖുർആനും അതീതും ഉള്ളിടത്തോളം കാലം എവിടെയെങ്കിലും പ്രസംഗം തീരുക? എത്ര വിജയങ്ങളെ കിടക്കുക. പറയുമ്പോൾ വിശാലമായിട്ട് ചർച്ച ചെയ്ത് പറയണ്ട. അല്ല ചുമ്മാ അടിച്ചടിച്ചോടിച്ചോടി ഖുർആന്റെ അർത്ഥം പറഞ്ഞ അങ്ങോട്ട് പോലല്ലോ വേണ്ടത്. അടുത്തത് വിചാരം അല്ലോ അത് പറഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. സംഭവം മൂന്നാമത്തതാണ് ഏറ്റവും വലിയ മോഷണം ഏതെന്ന് പറയട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാരവരുടെ ബക്കറ്റ് ബാത്റൂമിൽ എടുക്കാൻ പോയതാണ്. ഡേ ബക്കറ്റ് എടുക്കാൻ പോയവിടെ കാണുന്നില്ലല്ലോ. അല്ലാഹ്, മലപ്പുറംകാരുടെ കുട്ടി ഇവിടെ വേണം പഠിച്ച ഉസ്താദ്മാരുടെ കയ്യിൽ നിന്ന് ആദ്യം. പണ്ട് തെക്കൻ കേരളംകാരെ ഉസ്താദ്മാരെ വന്ന് പിടിയാൻ നിൽക്കൂല. ഇപ്പൊ ആദ്യത്തെ പെറ്റി ഉസ്താദിനാണ്. നമ്മളെയൊക്കെ കൊണ്ട് പെറ്റിയടിപ്പിക്കുന്നതിന്റെ പേരിൽ നമ്മളെ കൊണ്ട് പെറ്റിയടിപ്പിക്കാം. നവാസ് മുസ്ലിയാരെ ഒന്ന് ഓടി വേണമെന്ന് ചോദിക്കുന്നത് തന്നെ. ചെറുതൊന്നും ഇല്ലല്ലോ, എല്ലാം വലുതാണല്ലോ. 50 മതിയോ? എത്ര നോക്കട്ടെ? 50. ഏറ്റവും ചെറുത് നമ്മൾ കൊടുക്കാൻ നോക്കത്തുള്ളൂ. 50 50 100 100 എല്ലാവരും ഒന്നിട്ട് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതിനകത്തോളം കഴിച്ചാൽ മതി, ഇതിനകത്തോളം കഴിച്ചാൽ മതി. ഒന്നൊരു സഹായിച്ചു. സമ്മദ് മുസ്ലിയാരെ ഭാര്യ മരിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത പള്ളികളിൽ ഞാനൊക്കെ തലശ്ശേരി പള്ളി നിൽക്കുമ്പോഴേ ഖിദ്മത്ത് ചെയ്ത് നമ്മുടെ മാമാടെ ഒക്കെ അരുമ ശിഷ്യനെ പോലെയാണ്. ഒരുപാട് ഖിദ്മത്തുകളൊക്കെ ചെയ്ത മനുഷ്യനാണ്. പെട്ടെന്ന് ഭാര്യ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ. പടച്ചവനെ മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ആ സഹോദരി ദുനിയാവിൽ വെച്ച് ചെയ്ത തൻ്റെ ഭർത്താവിന് ചെയ്ത മറ്റുള്ളവർക്ക് കുടുംബക്കാർക്ക് ചെയ്ത ഖിദ്മത്തുകളെ മുഴുവൻ സ്വീകരിക്കണേ. അല്ലാഹ്, ഹജ്ജിൻ്റെ മാസമാണ്. എത്രയോ പേർക്ക് നീ പുറത്തു കൊടുക്കുന്നവനാണ്. അല്ലാഹുവേ, നീ ആ മഹദിക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ.
സാലിഹാത്തുകളോടൊപ്പം അള്ളാഹുവെ സദ്ഗുണ സമ്പന്നകളോടൊപ്പം അള്ളാഹുവെ ഉന്നതമായ സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബത്തിനും എല്ലാവിധ ആശ്വാസവും സമാധാനവും സാന്ത്വനവും ഖൈറും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാൻ. നാളെ സ്വർഗ്ഗലോകത്തിൽ ഹുംബ അസ്വാജു ഫി ളലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ എന്ന പട്ടികയിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. നവാസ് മുസ്ലിയാരെ വാപ്പയെ അടുത്ത സമയത്ത് അയച്ചില്ല, സുഖമില്ല കിടക്കുമായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിൻ്റെ ഖബറിനെ പ്രകാശിപ്പിക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. മകനെ ഇൽമിൻ്റെ മാർഗത്തിലേക്ക് പഠിപ്പിച്ചു ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യണം. ആ ഖിദ്മത്തിൻ്റെ ഒക്കെ സവാബ് വാപ്പാൻ്റെ ഖബറിലേക്ക് അള്ളാഹ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഖബറിലെ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകി അവരെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, ആദരിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം വർഷങ്ങളോളം കിടന്ന് വേദനിക്കേണ്ട രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറുതലിൽ ഉമറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും അതിലൂടെ അള്ളാഹുവിൻ്റെ ഇൽമ് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദഅവത്ത് ചെയ്യുവാനും അള്ളാഹുവിൻ്റെ വഴിയിൽ മാത്രം ജീവിച്ച് മരിക്കാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ, തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നമ്മളെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് മരണം അധികരിക്കാൻ വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ മരിക്കുന്നു. പടച്ചവനെ, ഒരമലുമില്ലാതെ മരിച്ചു പോയാൽ എന്താ? നാളെ ആഖിറത്തിൽ നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരമലുമില്ലാതെ മരിച്ചു, വെറും കൈയോടെ മരിച്ചു, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നേരത്തെ ഞാൻ ഓതി ആയത്ത് പോലെ നരകം മുന്നിൽ കൊണ്ടുവരും പറയും, യാലൈത്തനി കുന്തു തുറാബ, യാലൈത്തനി കുന്തു തുറാബ, യാലൈത്തനി ഖദ്ദംതുൽ ഹയാത്തി, ഒന്ന് മടക്കല്ല, ഞങ്ങളെ മടക്കല്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് മടക്കല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാനാ? ആര് കൊണ്ടുവരും? ആര് സഹായിക്കും? ആര് ഖബറിൽ വരും? ആരുടെ നന്മയുള്ളത്? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ അമലുകളൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യുക. സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കുള്ള ഒരുപാട് ഉപദേശങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇന്നത്തേക്ക് ആഡംബര വസ്ത്രങ്ങൾ പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞാലും അതൊന്നും കേൾക്കൂലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് പള്ളിയുടെ പരിസരത്ത് കൂടി നല്ല ആലങ്കാരിക വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അന്നത്തെ കാലത്തിൽ വസ്ത്രം അതന്ന് ഏറ്റവും വലിയ ഒരു ആഡംബരം പോലുള്ളൊരു വസ്ത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകി, യാ അയ്യുഹന്നാസ് ഉൻഹു നിസാകും അൽലുബ്സി സിനാ വത്തബഖ്തുരി. ഏയ് സഹോദരങ്ങളെ, നിങ്ങളുടെ സ്ത്രീകളെ ആഡംബര വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയണേ. നബിയുനാ റസൂലുള്ളാഹി. ചില വസ്ത്രത്തിലാണ് വീണു പോകുന്ന ചില ആളുകൾ. വസ്ത്രം കണ്ടു കഴിഞ്ഞാലേ അല്ലാഹു, അതാണ് അന്നത്തെ കോലം, അങ്ങനത്തെ കോലമാണ്. ആ രീതിയിലാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വർഗത്തിൽ തന്നെ കണ്ടില്ലേ, 70 വസ്ത്രങ്ങളാണ് ഹൂർലിംഗ് കൊടുക്കുക. 70 വസ്ത്രം, അത് നല്ല നൈസായ 70 വസ്ത്രം ധരിച്ചാലും അതിനകത്ത് നിന്ന് ആ ശരീരത്തിൻ്റെ അവസ്ഥകൾ, വടിവങ്ങൾ, ലാവണ്യങ്ങൾ കാണാം. വാപ്പാക്കൊണ്ട് മരിച്ചു വാപ്പാക്കൊണ്ട് ദ്വാരക്കാൻ 500 രൂപ, അത്രയുള്ള അബീവേ. വാപ്പാടെ വില 500 രൂപ, 500. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ മാതാപിതാക്കളിലേക്ക് ഖബറിനെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇച്ചിരി പൈസ എല്ലാവരും കുറച്ചാണ് കൊണ്ടുവരുന്നത്. നാളെ മറ്റന്നാളൊക്കെ നമ്മുടെ നൗഷാദ് ബാക്കവി 2 ദിവസം കൊണ്ടുകൂടെ നൗഷാദ് ബാക്കവി? അൽഹംദുലില്ലാഹ്, നല്ല നല്ല പ്രാസംഗികന്മാരെയൊക്കെ 2 ദിവസം, നമ്മളെ പോലുള്ള ആപ്പ ഉപ്പയൊക്കെ 1 ദിവസം. ഞാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ചുമ്മാ ഒരു ഉദ്ഘാടന ബർക്കത്തിന് വേണ്ടി ഒന്ന് തുടങ്ങി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, നാളെയും മറ്റന്നാളുള്ള പരിപാടികൾ കാര്യമായിട്ട് സഹകരിച്ച് ഇച്ചിരി സാമ്പത്തികവും അവരെ സഹായിക്കണം. അവർക്ക് അതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്. ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ വർഷമോ വന്നപ്പോൾ അന്ന് നല്ല ആളുകളായിരുന്നല്ലോ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് കുറവ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ പ്രസംഗമുണ്ട്, എല്ലാവരും കേട്ടിട്ട് അമൽ ചെയ്യാനും കൂടെ സമയം വേണ്ടേ. പിന്നെയും കേട്ടോണ്ടിരുന്നാലോ? ശരിയാണ്. സഹാബാക്കളുടെ അവസ്ഥ അങ്ങനെ, ഇതാ തഅല്ലമ 10 ആയാത്തിൽ ലം യുജാവിസുഹുന്ന ഹത്താ യഅമല ബിഹിന്ന. സഹാബാക്കൾ 10 ആയത്ത് കേട്ടാൽ അതനുസരിച്ച് അമൽ ചെയ്യാതെ 11ാമത്തെ ആയത്ത് പഠിക്കൂല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 10 ഉസ്താദന്മാരെ വാത് കേട്ട് എങ്ങനെ ഞങ്ങൾ മെമ്മറിൽ സൂക്ഷിച്ചു, അതൊന്ന് അമൽ ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് വരാം. ഇപ്പം മണിയർ രഹസ്യത്തിൻ്റെ അമൽ തന്നെ തീർന്നിട്ടില്ല ഇതുവരെയ്ക്കും. അത് കേട്ടിട്ട് എൻ്റെ അമലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പുതിയ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടായിരിക്കും ആളുകൾ പുറകോട്ട് പോകുന്നത്. ഇൽമുകൾ എത്ര കേട്ടാലും തീരൂലല്ലോ അബീബേ. എത്ര ഇൽമുകളുള്ളത്, എത്ര ഇൽമുകളാണ്.
നമ്മളൊക്കെ ഇപ്പം ഞാനൊരു കിബറോ ഫഹറോ പറയല്ല, നമ്മൾ 8 വർഷം ഇൽമു പഠിച്ചോ 8 വർഷം പഠിക്കാൻ പോയപ്പോൾ ഒന്നും അല്ല. ഈ വാളിന് വേണ്ടിയിട്ട് നമ്മൾ ഗവേഷണം നടത്തുന്ന ഹദീസുകൾ ആയത്തുകൾ കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഹക്ക് പറയണം വല്ലാഹി. ഓതുന്ന സമയത്ത് ഈ മായ്സറെന്നോ ഖബറെന്നോ ശിഷ്യെന്നൊന്നും വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊന്നുമില്ല, വലിയായിരുന്നു, അങ്ങനെ ഒരു താല്പര്യമോ ഒന്നും അറിയില്ലായിരുന്നു സംഭവം. ഓതുന്ന സമയത്ത് അതൊന്നും അല്ലല്ലോ. കിതാബ് ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന അതിൻ്റെ എങ്ങനെയാണ് എന്താണ് മാദ്ദ അതെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നതാണ്. ഹദീസുകൾ നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി ഇപ്പോൾ നരകം അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ മഹ്ശർ അല്ലെങ്കിൽ ഖബർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഹദീസുകൾ ആയത്തുകളൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് ആഖിറത്തിൻ്റെ ഗൗരവം അല്ലാഹ് ഇത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ്. അപ്പം നമ്മൾ എത്ര വാല് കേട്ടാലും എത്ര ദിവസം പ്രഭാഷണം വെച്ചാലും എത്ര പ്രഭാഷണം കേട്ടാലും ഒന്നും തീരൂല സംഭവം. പുതിയ പുതിയ വിഷയങ്ങൾ കിടക്കുകയാണ്, ഇഷ്ടംപോലെ വിഷയങ്ങൾ കിടക്കുകയാണ്. ഹദീസുകൾ ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു അക്ബർ എണ്ണമറ്റ വിഷയങ്ങളാണ് കിടക്കുന്നത്. ഒക്കെ പഠിക്കണം. ഇൽമ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എവിടെയായാലും ആരുടെ ആയാലും പോയി കേൾക്കണം, പഠിക്കണം. നമ്മൾ വിലയിരുത്താൻ നിൽക്കണ്ട. അയാടെ കൊള്ളായിരുന്നു, ഇയാടെ മോശമായിരുന്നു, ഇൽമനാണ് നമ്മൾ കുറ്റം പറയുന്നത്, ഇൽമയാണ്. ആര് പ്രസംഗിച്ചാലും ഹദീസാണ്, ഖുർആനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയരുത്. ആര് പറഞ്ഞാലും ആ വ്യക്തിക്കല്ല സ്ഥാനം, ആ പറയപ്പെടുന്ന വാക്കുകൾക്കാണ് സ്ഥാനം. അതുകൊണ്ട് നമ്മൾ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം. അത് എവിടെയും കിട്ടുന്നോ അവിടെ പോയി നമ്മൾ പഠിക്കണം, കേൾക്കണം. നമുക്ക് ഏറ്റവും വലിയ നഷ്ടം, നാശം എന്ന് പറയുന്നത് ഇൽമില്ലാത്തതിൻ്റെ പേരിലാണ്. നമ്മുടെ ജഹാലത്ത് വർദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആർഭാടങ്ങളും ഒക്കെ ആയിപ്പോയത്. ഇൽമില്ലാത്തതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിപ്പോൾ ഒരു മദ്രസയിൽ പോയിരുന്നിട്ട് ഉസ്താദന്മാരുടെ മുന്നിൽ ഇൽമു പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഇൽമിൻ്റെ സദസ്സുകളെ നമ്മൾ ധന്യമാക്കണം. എത്ര സമയം നമ്മൾ ചെലവ് ചെയ്താലും എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും എന്ത് ത്യാഗം സഹിച്ചാലും നമ്മളെ ഇൽമു കേൾക്കാൻ വേണ്ടി വന്ന് അൽഹംദുലില്ലാഹ് അത് കേൾക്കണം, മനസ്സിലാക്കണം. പിന്നെ ഈ കൂടുതൽ കിടന്ന് പ്രസംഗിച്ച് സുബഹി നിസ്കാരം ഖളാക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം അതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ശൈലി ഞാൻ 1.5 മണിക്കൂർ മാന്യമായിട്ടുള്ള മെയിൻ ഹെഡിങ് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പറഞ്ഞാൽ അത് മതി. അൽഹംദുലില്ലാഹ് അത് മതിയല്ലോ. കൂടുതൽ കിടന്ന് ചുമ്മാ 2-2.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല, വലിയ അർത്ഥവുമില്ല. ഞാനത് കാണുന്നുമില്ല. കാതലായ വിഷയങ്ങൾ ജനങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ പറ്റിയ വിഷയങ്ങൾ അത് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക. അത് തന്നെ ഏറ്റവും വലിയ ഖൈറാണ്. അപ്പം അതുകൊണ്ട് കളവിൽ വഞ്ചനയുടെ വിഷയത്തിൽ ഒരു ഹദീസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഅ്ലമുൽ ഖുലൂലി ഇൻദല്ലാഹ് ദിറാഉം മിനൽ അർദ് തജിദൂന റജുലൈനി ജാറൈൻ ഫിൽ അർളി ഔ ഫിദ്ദാരി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. ഏറ്റവും വലിയ കളവ് നടത്തുന്ന എന്താ? വഞ്ചനയിലും കളവിലും ഏറ്റവും വലുത് അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ ഭയാനകതം അഅ്ലമുൽ ഖുലൂലി ഇൻദല്ലാഹ് ദിറാഉം മിനൽ അർളി. ഭൂമി ചുരണ്ടി അടിപ്പിക്കലാണ്. ഭൂമി മാന്തലാണ്, ഭൂമി അടിച്ചു മാറ്റലാണ്. ഒരു മുഴം മതി. അത് അയൽവക്കക്കാരായ 2 വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഒന്നുകിൽ ഫിൽ അർളി ഭൂമിയുടെ വിഷയത്തിലായിരിക്കാം, ഔ ഫിദ്ദാരി അല്ലെങ്കിൽ വീടിന്റെ വിഷയത്തിലായിരിക്കാം. അതിലാണ് അവിടെ ചർച്ച. വീടുകളിലല്ലോ നീ ഭൂമി എൻ്റെ വേലി ഇങ്ങോട്ടായി പോയി, നിന്റെ വേലി കല്ലിപ്പുറത്തോട്ടായി പോയി, അത് അപ്പുറത്തോട്ടായി പോയി. മര്യാദയ്ക്ക് 2 പേര് നിസ്കാരമുള്ള, 2 പേര് മുസ്ലിങ്ങളാ, 2 പേര് വിഭാഗത്തുള്ളവരാ. 1 സെന്റോ 1 അളവോ 1 പിടി മണ്ണോ വിട്ട് വീഴ്ചയ്ക്ക് ആരും തയ്യാറാവില്ല. എന്നാൽ 2 പേരും കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കുന്നവരുവാ. ഒന്നുകിൽ വീടിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ വിഷയത്തിൽ 2 പേര് തർക്കമാണ്. അള്ളാഹുവിങ്കൽ ഏറ്റവും വലിയ പാവം ഇതാണ്, ഈ സാധനമാണ്. പരിഹാരം കാണുന്നില്ല നമ്മൾ. എന്നാ കാണുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാളുടെ ഭൂമി അനർഹമായി പിടിച്ചു വച്ചാൽ, അതിൽ നിന്ന് അതിര് അല്പമെങ്കിലും തോണ്ടിയെടുത്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 7 ഭൂമികളെ മാലയായ രൂപത്തിൽ ഇവന്റെ തലയിലേക്ക് അള്ളാഹു വെച്ചു കൊടുക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. 7 ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലയുടെ കോലത്തിലാക്കിയിട്ട് ഇവന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും. 1 പാക്കറ്റ് സിമെന്റ് പൊക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? 50 കിലോയുടെ പാക്കറ്റ് സിമെന്റ്. 1 കൊട്ട മണ്ണ് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ബംഗാളികളെ സമ്മതിച്ചു കൊടുക്കണം. ബംഗാളികളില്ലായിരുന്നു നമ്മുടെ അവസ്ഥ എന്തായി തീർന്നേനെ?
ഗൾഫിലൊക്കെ പോയ പാകിസ്ഥാനികൾ ചുമ്മാ ഒരുമാതിരി 10-20 കിലോ ആട്ടാമാവ് കഷത്തി വെച്ചോണ്ട് പോകുന്ന പോലെയാണ് 2 പാക്കറ്റ് സിമെന്റ് എടുത്ത് വെച്ചോണ്ട് പോകുന്നത്. 2 കൈയുടെ ഇടയ്ക്ക് 2 പാക്കറ്റ് സിമെന്റ് ഇവിടെ ഇരിക്കും, 1 പാക്കറ്റ് കൊണ്ട് തോളിൽ ഇരിക്കും, 3 പാക്കറ്റ് കൊണ്ട് മുകളിലോട്ട് കയറും. പാകിസ്ഥാൻ അതാണ്. അവൻ്റെ നിന്നാണ് ഒരു ഇടി കിട്ടി, നമ്മുടെ കാര്യം തീർന്നില്ല. 150 കിലോ ആയിട്ട് മുകളിലോട്ട് കയറുകയാണ്. ഗൾഫിൽ പോയിട്ടുള്ള കണ്ടിട്ടില്ലേ? നമ്മളെ കൊണ്ട് 1 പാക്കറ്റ് ഒരു 5 കിലോ അരി മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചോണ്ട് വന്നാൽ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ പറയും, അമ്മ ഇതൊന്ന് പിടിയമ്മ, കൈ കടിക്കുന്നു മോന്ന് പിടിയമ്മ. 5 കിലോ അരി 7 ഭൂമി അള്ളാഹു മാലയുടെ കോലത്തിലാക്കിയിട്ട് അടുത്തവന്റെ അതിര് തോണ്ടി അവന്റെ കഴുത്തിൽ അള്ളാഹു ഇട്ട് കൊടുക്കും. പടച്ചവനെ ഇവന് കഴുത്ത് നിവർത്താനോ അള്ളാഹുവിന്റെ റഹ്മത്ത് കാണാനോ അവന്റെ പരിശുദ്ധമായ മുഖമൊന്ന് ദർശിക്കാനോ ഹൂറിലിങ്ങളുടെ ചിരി കാണാനോ ഇവനെ കൊണ്ട് സാധ്യമാവുകയില്ല. അന്നവൻ പറയും, ആവശ്യമില്ലായിരുന്നു, വേണ്ടായിരുന്നു, അനർഹമായി ഞാൻ പിടിച്ചെടുത്തതായിരുന്നു, വേണ്ടായിരുന്നു. വിട്ടുവീഴ്ച ചെയ്യുക. അതിൻ്റെ പേരിൽ പരസ്പരം മിണ്ടൂല, സംസാരിക്കൂല, കണ്ടാൽ പോലും സലാം പറയൂല. ചെറിയ ഒരു അതിരിന്റെ പേരിൽ, ഒരു വേലിക്കല്ലിന്റെ പേരിൽ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ വഞ്ചനയാണ്, ഏറ്റവും വലിയ മോഷണം അതാണ് എന്ന് ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്നിട്ട് ചീത്തവിളിയാണ്. ചീത്തവിളിയും ആക്ഷേപിക്കലും അധിക്ഷേപിക്കലുമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാവ് സൂക്ഷിക്കാത്തവരെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലൊരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഖിലതുക ഉമ്മുക യാ മുആദ്. മുആദ് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്, നബിയേ, നമ്മളുടെ സംസാരത്തിന്റെ പേരിൽ, നമ്മളുടെ ഭാഷണത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മുആദേ, നീ എന്താണ് പറയുന്നത്? തീർച്ച ഹൽ യകുബുന്നാസ അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. നാളെ മനുഷ്യനെ മുഖം കുത്തപ്പെട്ട നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവന്റെ നാവ് കൊയ്തെടുത്ത പാപങ്ങൾ കാരണമാണ് എന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു അതിരിന്റെ പേരിൽ വർഷങ്ങളോളം തർക്കം, അനാവശ്യമായ വാക്ക്, ചീത്തവിളി, സംസാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വെറുതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെടുക്കുന്നത് ഈ നാവാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, മോഷണം പാടില്ല, വഞ്ചന പാടില്ല, ചതി പാടില്ല. ഇതൊക്കെ നമുക്ക് ആഖിറ നഷ്ടം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇസ്ലാം പൂർണ്ണമാവുള്ളൂ. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാ, നാരിമാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വരുന്ന ആ വിശ്വാസിനികളോട് നബിയെ അങ്ങ് പറയണേ, അവർ വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. വ്യഭിചരിക്കരുത് എന്നല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വ്യഭിചാരവുമായി ബന്ധപ്പെടുന്ന കർമ്മങ്ങൾ, ക്രിയകൾ, അതുമായി ബന്ധപ്പെടുന്ന ഫോട്ടോകൾ, അതുമായി ബന്ധപ്പെടുന്ന മെസ്സേജുകളോ സംസാരങ്ങളല്ല നിങ്ങൾ ഒഴിവാക്കണേ. അതുമായി നിങ്ങൾ അടുത്തു പോകരുതേ. അത് മോശം വഴിയാണ്, മ്ലേച്ഛമായ സംസ്കാരമാണ്. വസാഅ സബീലാ. വ്യഭിചരിക്കരുതേ എന്നല്ല, നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്ന് അല്ലാഹു പറഞ്ഞില്ല. പിന്നെയോ വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കർമ്മങ്ങളുമായി ബന്ധപ്പെടരുതേ. പരിശുദ്ധ ഖുർആൻ. നമുക്കത് ഏറ്റവും അതിലേക്ക് അടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ, ഈ വാട്സപ്പ്, ഈ ഫോണാണ്. ഈ ഫോണിലൂടെ നമ്മൾ ഓരോന്നോരോന്ന് ആദ്യമൊക്കെ നല്ല കാര്യങ്ങൾ ഇട്ട് കൊടുക്കും, പിന്നെ ഇച്ചിരി ചൊവ്വയുള്ളതിടും, പിന്നെ ഒരു അർദ്ധ ചൊവ്വയുള്ളതിടും, പിന്നെ ഇച്ചിരി മുക്കാലുള്ളതിടും, പിന്നെ ഫുള്ളങ്ങടും. പിന്നെ അവൾ മെരുങ്ങി റാഹത്തായി. ആദ്യം കാലിട്ടപ്പോൾ പക്ഷെ അതൊന്നും ഇടല്ലേ പോസ്റ്റ് ചെയ്തതുകൊണ്ട് അല്ല, ഇത് പഠിക്കാനുള്ളത്. ഇനി അത് മൊത്തം ഒന്ന് കെട്ടു വെക്കും, അത് പഠിക്കാനുള്ള ലാസ്റ്റ് വരെ അതൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ പഠിക്കാനുള്ളത് വല്ല ഉണ്ടെങ്കിൽ ഇട്ട് തരണം കേട്ടോ. അപ്പോൾ ആരെ ഇട്ട് കൊടുക്കും?
പിന്നെ ഇട്ടെടുക്കുമ്പോൾ പറഞ്ഞു, ഓ അത് ഇച്ചിരി ഇത് കടുപ്പായി പോയി. അതല്ല ഞാൻ വേറെ ഒന്നും കൂടെ ഇട്ടുതരാം, ഇച്ചിരി മുക്കാല സാധനം. ഓ ഇത്രയും കടുപ്പുള്ളൊന്നും ഇട്ടില്ല കേട്ടോ, അതൊക്കെ ശരിയല്ല, മച്ച അറിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇട്ടുകൊടുക്കും. പിന്നെ ആ ഒരു വാക്ക് സംസാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് സംഭവം കൊള്ളാം, നമ്മളുടെ ഇസ്മിൽ വീണ് സാധനം, ഇത് റാഹത്തായ സംഭവം, പിന്നെ ഇനി ഫുൾ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല, സംഭവം. അങ്ങനെ അതിലേക്കായി പോകും. വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത നമ്പർ എടുക്കരുത്. ചില പെണ്ണുങ്ങളെയൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ റോങ് നമ്പർ ആണെങ്കിൽ യാ അല്ലാഹ് മാസ്ലാം പറഞ്ഞ് കട്ട് ചെയ്ത് കളയുക. പിന്നെ വിളിച്ചാൽ ആരാടാ, ഇവനാടാ, നീ ആരാടാ, നീ എന്താണ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, നീ ആരാ, നിനക്ക് പെങ്ങളിലൂടെ, എനിക്ക് ആങ്ങളില്ല, ഇതൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. റോങ് നമ്പർ യാ അല്ലാഹ്. പിന്നെ വിളിച്ചാൽ ഹലോ സഹോദര റോങ് നമ്പറാണ്, കട്ട് ചെയ്ത്. ഹലോ നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ, ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ ആളല്ല ഇത്, ഞാൻ ഇനി സൈബർ സെല്ലിലേക്ക് കൊടുക്കും, യാ അല്ലാഹ് തീർന്നു. പിന്നെ വിളിക്കൂല, ഒറ്റ വാക്കാതെ ഉള്ളൂ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ നമ്പരം കൊടുത്താൽ മതി, അവരും കൈകാര്യം ചെയ്തോളാം. അതല്ല നിനക്ക് ചൊല്ലാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കണ്ട, വെച്ച് ചൊല്ലിക്കൊണ്ടിരുന്നോ. 2, 3, 4 പ്രാവശ്യം വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങ് വീണു. നോക്കുമ്പോൾ മച്ചായിക്ക് എപ്പോഴും വിളിക്കാൻ സമയമൊന്നും കിട്ടൂല. കാരണം പറഞ്ഞാൽ അവിടുന്ന് വിളിക്കണമെങ്കിൽ ദിർഹം റിയാലുകളൊക്കെ ചിലവാകും. ഇതാകുമ്പോൾ പിന്നെ ഒരു പൾസ്, ഒരു പൈസ അല്ലേ ആവത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, ഇച്ചിരി സംസാരിച്ചുകൊണ്ടിരിക്കാം. അത് സംസാരവും വ്യഭിചാരമാണ്. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ്യഭാഗം കൊണ്ട് മാത്രം ചെയ്യുന്ന സാധനത്തിനല്ല വ്യഭിചാരം. അത് മാത്രമല്ല, അത് ഓപ്പറേഷനാണ്. അതിന് മുമ്പുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് വ്യഭിചാരം. അപ്പോൾ ഒരുപോലെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ 2-3 ദിവസം കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ട് എത്രയോ പണികളുണ്ട്. എന്നിട്ട് എവിടെ പോവാടി, ഓപ്പറേഷൻ ഉണ്ട് ഞാൻ പോവാന്നാ പറയുന്നത്. എൻ്റെ പേരും അതാ. ഓപ്പറേഷൻ എന്നാ 2 ദിവസം ലേബർ റൂമിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകുമ്പോൾ 2 ദിവസം മുമ്പേ കൊണ്ട് അഡ്മിറ്റ് ആക്കും, 3 ദിവസം മുമ്പേ കൊണ്ടുപോകും. എവിടെ പോവാടി, പ്രസവത്തിന് പോവാന്ന്. 3 ദിവസം കഴിഞ്ഞ് പ്രസവിച്ചോ, ഇല്ല നാളെയാന്ന് പറഞ്ഞ്, മറ്റന്നാളെയാന്ന് പറഞ്ഞ്. എന്തിനാ അവള് പോയത്, പ്രസവത്തിനാണ്. എന്തിനാ അപ്പോൾ പ്രസവത്തിന് മുമ്പേ കൊണ്ടുപോയിട്ടിട്ട് പ്രസവത്തിന് മുമ്പുള്ള കുറെ കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട് ആശുപത്രിയിൽ, അതൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കൊണ്ടുപോകുന്നത്. ലാസ്റ്റാണ് ഓപ്പറേഷൻ നടക്കുക എന്നതുപോലെ വ്യഭിചാരം ലാസ്റ്റാണ്. അത് അവൻ ഒരിക്കലും വിശ്വാസിയാവുകയില്ല. മിനൽ ഖൈരി, അവൻ ആഗ്രഹിക്കുന്ന നന്മയായ കാര്യങ്ങൾ, നന്മയ്ക്ക് വേണ്ടി ഒരു സഹോദരനോ ഒരു സഹോദരിയോ നമ്മളോട് ആവശ്യപ്പെട്ടാൽ അതിന് നമ്മൾ സഹായിയായി നിൽക്കണം, അതിന് നമ്മൾ കൂട്ടുകാരനായി നിൽക്കണം. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് ശാരീരികമായ ബന്ധത്തിൽ ഭാര്യ പറയുന്ന സമയം വരെ ഭർത്താവ് അവരോട് സഹകരിച്ചു കൊടുക്കണം. അതാണ് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് മിനൽ ഖൈർ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഇതിനു വേണ്ടി മാത്രം പറഞ്ഞ സംഭവമാണ്. നിങ്ങൾ മൃഗങ്ങളെ പോലെ തന്റെ ഭാര്യയോട് വീഴ്ച നടത്തരുതേ. നിങ്ങൾക്കിടയിൽ ഒരു ദൂതനെ അയക്കണേ. ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുബ്ലതു വൽ കലാം. ചുംബനവും സംസാരവുമാണ്. ഭാര്യമാരുമായിട്ടുള്ള സംസാരം, അവളെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള നല്ല നിലയ്ക്കുള്ള സംസാരം, അത് അവൾക്ക് സന്തോഷം പകർന്നു കിട്ടും. ഭാര്യമാരോട് കൂടുതൽ സംസാരിക്കുക. ഭാര്യയുടെ അരികിൽ ഇരിക്കണം ഭർത്താവ്. ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ജലീസുൽ മസ്ജിദി അഫ്ളൽ അഹബ്ബു ഇലൈക അം ജലീസു യാലിഹി. തന്റെ ഭാര്യയുടെ അരികിൽ ഇരിക്കലാണോ ശ്രേഷ്ഠം, അതോ മസ്ജിദിൽ പോയി ഇരിക്കലാണോ ശ്രേഷ്ഠം? നബി അങ്ങേക്ക് ഇഷ്ടം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ജലീസു മഅയാലിഹി ഫീ മസ്ജിദി ഹാദാ അൽ ജലീസു മഅയാലിഹി അഹബ്ബു ഇലൈഹി മിനൽ ഇഅ്തികാഫി ഫീ മസ്ജിദി ഹാദാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാൾ തന്റെ ഭാര്യയുടെ അരികിൽ പോയിരിക്കൽ, ഒരു മണിക്കൂർ തന്റെ ഭാര്യയുടെ അരികിൽ ഇരിക്കൽ, അഹബ്ബു ഇലയ്യ, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം, മിനൽ ഇഅ്തികാഫി ഫീ മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദുൻ നബവിയിൽ ഒരാൾ വന്ന് ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സഹാബത്തെ അവൻ തന്റെ തരുണിയോടൊപ്പം 1 മണിക്കൂർ ചെലവഴിക്കലാണ്. റമളാൻ മാസത്തിൽ പള്ളി വന്ന് ഇത്തിക്കാഫിരിക്കാതെ പെണ്ണുമ്പിള്ള അടുത്ത് പോയിരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം.
ആഹാ, നല്ല ഇത്തിക്കാഫ് പെണ്ണുമ്പിള്ളയുടെ മടിയിൽ ഇരിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു തന്നല്ലോ. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനല്ല, അത് നമ്മൾ മനസ്സിലാക്കണത്. എല്ലാവരും 24 മണിക്കൂർ ചില പെണ്ണുങ്ങളെ വിട്ടിട്ട് പള്ളി തന്നെ, പള്ളി എപ്പോഴും ഇബാദത്ത്, പള്ളി പള്ളി, നിസ്കാരം നിസ്കാരം. പെണ്ണും പിള്ളേ അവിടെ കിടക്കുക അടുക്കളയ്ക്കകത്ത് മിക്സിയും മാക്സിയും മിക്സിയും മാക്സിയും മിക്സിയും മാക്സിയായിട്ട്. അവർക്ക് ആകപ്പാടെ 1, 2, 3 സൗണ്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് ടിഷ് ഒന്ന് എന്ന് പറഞ്ഞാൽ മറ്റേ പ്രഷർ കുക്കറിനത്ര ചുച്ചു നട്ട് മുതിട്ടാണ്. ഇത് അറിയാം, മറ്റേ കുറച്ച് ചമ്മന്തി അരിക്കുന്നു, കുറച്ച് മിക്സി, ഇതൊക്കെ തന്നെ. അല്ലാതെ ഈ കായുമായിട്ടൊന്ന് ഇരുന്നിട്ടോ ഒന്ന് സംസാരിച്ചിട്ടോ അള്ളാഹുവേ കാലവേ മറന്ന് എൻ്റെ തലവിധി അല്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ കഷ്ടം. ചില പെണ്ണുങ്ങളുടെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ഒരു മുഖത്തിൻ്റെ സൗന്ദര്യം, ഒരു മനസ്സിൻ്റെ സൗന്ദര്യം, അത് തന്നെ നഷ്ടപ്പെട്ടു പോയി. അത് തന്നെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. ആ ചേമ്പ് പറിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല റാഹത്തായിരുന്നു. ഇരുന്നിരുന്ന് ഉണങ്ങി ഒരുമാതിരി ചുക്കിച്ച് ഒരുമാതിരി ചുക്ക് പോലായിപ്പോയി. ഒരു റാഹത്തില്ല. വയസ്സ് 30-32 ആയിട്ടുള്ളൂ. ഒരു 46-50 വയസ്സിന്റെ ഒരു പ്രതീതി. എന്താ സംഭവം? ഭർത്താവുമായിട്ടൊരു മാനസികമായ ഒരു ടച്ചില്ല, റാഹത്തില്ല. ഭർത്താവിനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടച്ച് മൊബൈൽ മേടിച്ചു കൊടുത്തത്. ഇപ്പൊ അവൾ അതിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഭർത്താവിനെ ടച്ച് ചെയ്യുന്നില്ല. സംഭവം ഒരു റാഹത്ത് കിട്ടണ്ടേ? ഭർത്താവുമായിട്ടൊരു സംസാരവും ഒരു സല്ലാപവും ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതിനാദ്യം അവളുമായിട്ട് പോയി സംസാരിക്കണം, അവളുമായിട്ട് പോയിട്ട് സല്ലപിക്കണം, അവളുമായി ചുംബിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് സംസാരിക്കണം. അപ്പൊ അല്ലാഹു റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നിന്റെ ഭാര്യയെ വിട്ടിട്ട് പള്ളിയിൽ പോയിട്ട് ഇബാദത്ത് എടുക്കലല്ല വേണ്ടത്. നിന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ഭാര്യയെ നീ സഹായിക്കണം. ഭാര്യയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവളെ നീ തൃപ്തിപ്പെടുത്തലാണ് മസ്ജിദുൻ നബവിയിൽ വന്ന് നീ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം.